അമ്മയാ എന്തോ ഞങ്ങൾ എല്ലാരും അടിച്ചു പൊളിച്ചു. ഡാൻസേഴ്സും ഒക്കെ കൂടെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇടയ്ക്ക് തൊണ്ട ഡ്രൈ ആയില്ലേ പാറു? ആ ഇത്രയ്ക്ക് ഗഹനമായി നീ ഓരോ പാട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? കുറച്ചു ആയില്ലേ ഇപ്പൊ ഇങ്ങനെ. അമേസിംഗ്, വണ്ടർഫുൾ. ആദ്യമായിട്ടാണ് ഞാനൊരു ആങ്കർ ഇങ്ങനെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. ഞാനെല്ലാം പറയും വിജയ് ചേട്ടാ, മൈക്ക് എല്ലാം നേരെ വെറുതെ പറയുന്നതാണോ? അല്ല, മൈക്ക് നേരെ പിടിക്കണം, അത് ചെയ്യണം, എല്ലാം ഞാൻ ഇല്ലേ. എന്ത് കളിയാക്കുന്നു. താങ്ക് യു പാറു. Thank you, Vijay. It's okay, Paru. It's all in the game. Yeah. It's all in the game. ശരത് സർ. മോളെ, എന്താ സർ? മക്കളെ, നല്ല രസമുള്ള ഒരു ഗുമ്മുള്ള പാട്ടാണ്. പക്ഷെ എനിക്ക് തോന്നി മോള് കുറച്ച് അത് ലൂസായി പോയോ എന്നൊരു ആ ഒരു കട്ടുകിട്ട് വറുത്തൊരു അത് ഈ കടുകിട്ട് വറുത്തൊരു ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി 2 പച്ചവളം മേടിച്ചോണ്ട് വരട്ടെ എന്നുള്ള ഒരു ലെവലിൽ മോളന്ന് ഒന്ന് കട്ടാന്നൊന്ന് പാടാമോ? അത് കട്ടുകെട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടിക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണേ. ഗുഡ്. എല്ലാത്തിനും വരട്ടെ. കടുകിട്ടതുപോലെ എല്ലാ വാക്കുകളും അങ്ങനെ തന്നെ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ല കുടുക്ക പെണ്ണേ. ആ ഹാർട്ട് നീ പിണങ്ങിയാലുടനെ അറ്റാക്ക് കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക് കരിമ്പിന്റെ രസഗുള നീ തന്നെ സുഖത്തിന്റെ സരിഗമ നീ തന്നെ തട്ടിക്കിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടിക്കിട്ട് വലിക്കല്ല മിടുക്കി പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ല കുടക്ക പെണ്ണേ. വ്യത്യാസം കണ്ട ഷീനു അവൻ വരെ രോമാഞ്ചം വന്നിട്ട് ഫുൾ പാട്ടങ്ങ് വായിക്കുന്നു. മോളെ, ഇപ്പൊ അതിനൊരു ലൈഫ് ഉണ്ടടാ. മറ്റേ ഒരുമാതിരി ആ ഒരു ഗ്രിപ്പില്ലാത്ത പോലെ ഫീൽ ചെയ്തു കേട്ടോ. വേറെ എന്താണ് പിന്നെ? അതുപോലെ ഈ തുടക്കമില്ലേ, എന്താണത്? ഏതോ ഒരു എന്ന് പറഞ്ഞൊരു സാധനം പാടുന്നില്ലേ? ഗുഡ്. നെക്സ്റ്റ്. ആ അത് ചേരണം മോളെ. ആദ്യം ചേർന്നിട്ടില്ലായിരുന്നു കേട്ടോ മക്കളെ. അതേ ഉള്ളൂ. ഇപ്പോഴാണ് യഥാർത്ഥമായിട്ട് കടുകിട്ട് വറുത്തത്. മറ്റേത് എണ്ണ ചൂടാത്ത എണ്ണയിലായിപ്പോയി മോള് കടുക് കൊണ്ടിട്ടത്, ചളവളാന്നായിപ്പോയി. ഇപ്പൊ നല്ല ഗുമ്മായി കേട്ടോ. വിജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി മാത്രല്ല പേരുള്ളത് കൊണ്ടാണ് ഇഷ്ടം. എന്തുകൊണ്ടാന്നറിയോ? അറിയാം. എന്താ? സാറിന്റെ മോളുടെ പേര് അമയാണ്. പറച്ചിലും ഉണ്ട് ഒരു ഫേഡ് ഔട്ട്. സാറിന്റെ അതുകൊണ്ട് എന്റെ സൈഡിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ എന്താണ് സന്തോഷം, സ്നേഹം ഉണ്ടാവും. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. നന്നായി ഈ പറഞ്ഞ ചേഞ്ച് പറഞ്ഞ നന്നിട്ട് പാടിയപ്പോ ഉള്ള എനർജി മോൾക്ക് തന്നെ ഫീൽ ചെയ്തില്ലേ? അതാണ് ആ ഇങ്ങനത്തെ സോങ്സ് ഒക്കെ നമ്മൾ ആ കുറച്ചുകൂടെ ഒരു ബൈറ്റ് വേണം പാടുമ്പോൾ. അപ്പോഴേ ആ ഒരു ത്രോ ആ എനർജി ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഫെയ്ഡ് ഔട്ട് ആവരുത്. അത് എൻഡ് വരെ പിടിച്ച് നിൽക്കണം എങ്ങനെയെങ്കിലും. അതിനാണ് നമ്മളിപ്പോൾ കൂടുതൽ ഡാൻസേഴ്സ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ അതാണ് ആ ഒരു സോങ്ങിന്റെ കൂടെ നമ്മൾ അതിനു വേണ്ടി ജസ്റ്റ് ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഇടുന്നതിന് പകരം ആ ഹോൾ സോങ്ങിൽ നമ്മൾ എങ്ങനെ ഒരു എനർജി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. എന്ത് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇന്ന സ്ഥലത്ത് ഇന്ന പോർഷൻ ഒരു ഹൈലൈറ്റ്, സോങ്ങിന്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട്, അതൊക്കെ എങ്ങനെ എന്ത് ചെയ്യാം എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. വെറുതെ ചുമ്മാ ഇങ്ങനെ നമ്മൾ കോമ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ അത് കറക്റ്റ് ലിറിക്സ് അതൊക്കെ കറക്റ്റാണ്, ട്യൂണും കറക്റ്റ് പിച്ചും എന്താണ് ലിറിക്സ് ഒക്കെ കറക്റ്റായിട്ട് പാടണം എന്നൊക്കെ നോക്കണം എന്നുള്ളത് ശരിയാ. പക്ഷെ ഈ ഒരു സൈഡിലും കൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ തന്നെ ചിന്തിച്ച് അതിലേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലും അത് നമ്മുടെ വോയിസിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വിജയ് ചേട്ടാ. ഷാനിക. അമ്മയാ എന്താ സർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. മോളെ, ഈ പാട്ട് പാടിയതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പാടിയ രീതിക്കാണ് കുഴപ്പം. മനസ്സിലായോ? ഇത് ഇടിച്ചിടിച്ചിടിച്ച് പാടേണ്ട പാട്ടാണ്. മീൻസ് ഓരോ വേർഡിനും ഒരു അറ്റാക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം ത്രൂ ഔട്ട് ദ സോങ്. എനിക്കൊന്ന് അനുപല്ലവിയിലൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഈ തിരിച്ച് ഈ പല്ലവിയിലേക്ക് കയറുമ്പോൾ പിന്നെ വാക്കുകളുടെ ആ ഒരു ഉച്ചാരണം ഇങ്ങനെ ഈ എഴുതുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഈ പാട്ട് പാടേണ്ടത്. ഈ പാട്ടിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പൊ അതിലേക്ക് ഒന്ന് ഇറങ്ങി വരണമായിരുന്നു മോളെ. ഇപ്പം പാടിച്ചപ്പോൾ അസലായിരുന്നു. താങ്ക് യു സർ. അതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. വേറെ ഇങ്ങനെ അപകടങ്ങളൊന്നും കാര്യങ്ങളൊന്നും പറ്റിയൊന്നുമില്ല മോളെ കേട്ടോ. പിന്നെ ഇതാണ് ഇത്രയും പാട്ട് ഈ എഴുതിയത് മുഴുവൻ പഠിച്ച് പാടണ്ട. അതുപോലെ കോറസ്, ആരൊക്കെയാ കോറസ് പാടിയത്? നന്നായിരുന്നു കേട്ടോ, മക്കൾ കലക്കി. ഓക്കെ അമ്മേ, അത്രേ ഉള്ളൂ കേട്ടോ. അതുപോലെ ഓർക്കസ്ട്രയും അടിപൊളിയായിരുന്നു, നല്ല വൈബ്രന്റ് ആയിട്ട് നിന്ന്. ഡാൻസേഴ്സും അടിപൊളിയായിരുന്നു.
മൊത്തത്തിൽ കളറായിരുന്നു. മോൾക്കും കുറച്ചുകൂടെ എനർജി ആവാം കേട്ടോ. അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു താങ്ക് യു ഷാനിക്ക. അമ്മയെക്കുട്ടാ മാക്സ് ഷാനിക്ക. അമ്മയാ എന്താ സർ? ഞാനൊരു 8.5 തരാം. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഞാനും ഒരു 8 തരാം. അല്ലേ കഴിഞ്ഞില്ലേ? ഓക്കെ ഞാനും ഒരു 8 8 തരാം. ഓക്കെ വിജയ് ചേട്ടാ മാർക്ക് എഴുതി ഇപ്പൊ അതിനകത്ത് ഇടും. ഓക്കെ അപ്പൊ ഇപ്പൊ ടോട്ടൽ 16.5 മാർക്സ്. അടുത്ത റൗണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്തോ. ഓക്കെ